PM ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കം വളരെ മികച്ച രീതിയിലാണ് CPIM കൈക്കൊണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് CPIയെ അനുനയിപ്പിക്കാനായിരുന്നു നീക്കം. പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാനും മന്ത്രി ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. അനുനയത്തിനായി പാർട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് മാത്രമാണ് ശിവൻകുട്ടി പറഞ്ഞത്. ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. MN സ്മാരകത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായിരുന്നില്ല. മന്ത്രി GR അനിലും കൂടിക്കാഴ്ചയിൽ ഇവരോടൊപ്പം പങ്കെടുത്തിരുന്നു. നിലപാടിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു ഇന്ന് രാവിലെയും CPI കൈക്കൊണ്ടത്. ഒപ്പിട്ട ധാരണാപത്രം പിൻവലിക്കണമെന്നാണ് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു ഇന്ന് രാവിലെ പ്രതികരിച്ചത്. CPI മുഖപത്രം ജനയുഗത്തിലും വിദ്യാഭ്യാസ വകുപ്പതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുതെന്നാണ് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ മുന്നറിയിപ്പ്. നന്ദിഗ്രാം സംഭവത്തെക്കുറിച്ചും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. CPIയുടെ ആശങ്ക CPIM പരിഗണിച്ചേ മതിയാകൂ എന്നാണ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത്. ഇതെന്തൊരു സർക്കാർ എന്ന് ചോദിച്ചായിരുന്നു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയെ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം വിമർശിച്ചത്. LDF ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന് വെല്ലുവിളിയും ബിനോയ് വിശ്വം നടത്തിയിരുന്നു. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. എന്നിരുന്നാലും മന്ത്രി ശിവൻകുട്ടിയുടെ സന്ദർശനം ഇപ്പോൾ ഇരുകൂട്ടർക്കും ഇടയിലുള്ള മഞ്ഞുരുക്കാൻ സഹായകമായിട്ടുണ്ട്. CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് കാത്തിരുന്നവർക്കും ഒരു തിരിച്ചടിയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ MN സ്മാരക മന്ദിരത്തിലേക്കുള്ള ഇന്നത്തെ വരവ്. ഇതിനിടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി B ശിവൻകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. ഗർഭഛിദ്ര വിവാഹത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തയ്യാറാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ ഇരുവരും വാക്പോരുമായി രംഗത്തെത്തിയത്. പത്രസമ്മേളനം കണ്ടപ്പോൾ മനസ്സിലായത് ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നേമത്ത് BJP MLA തോറ്റെന്ന് ആരാണ് പറഞ്ഞത്? CPM MLA സംഘിക്കുട്ടി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് മറുപടിയുമായി മന്ത്രി രംഗത്ത് വന്നു. ഒരു കൂട്ടത്തിന് എന്റെ പേരിൽ കുട്ടി എന്ന് കേട്ടപ്പോൾ ആണത്രേ ഹാലിളകിയതെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പോസ്റ്റ്. ഗർഭഛിദ്ര വിവാദവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശിവൻകുട്ടിയുടെ കടന്നാക്രമണം. സ്വന്തം കുട്ടിയെ ജനിക്കും മുന്നേ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും നിരവധി കമന്റുകൾ ആ പോസ്റ്റിന് കീഴെ ഉണ്ടായിരുന്നു.